ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയമാണ്. അർദ്ധരാത്രി തെരുവിലൂടെ നടന്ന് ഒരു സ്ത്രീ വീടുകളുടെ ഡോർബെൽ അടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ നടന്ന ഒരു സംഭവത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. രാജാമാൻഡി, സോനാ ഗാർഡൻ എന്നീ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ആളൊഴിഞ്ഞ തെരുവിലൂടെ ചുരിദാർ ധരിച്ച് ഷോളുകൊണ്ട് മുഖം മറച്ച് ഒരു സ്ത്രീ വരുന്നതും ഡോറ് ബെല്ലടിച്ച ശേഷം ഒന്നും അറിയാത്ത പോലെ നടന്നു പോകുന്നതുമുണ്ട്. സ്ത്രീയുടെ സാന്നിധ്യം മൃഗങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്നാൽ ഇതു സംബന്ധിച്ച് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നുണ്ട്. പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സ്ത്രീ എന്തിനാണ് അർദ്ധരാത്രി ഇങ്ങനെ ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് സമാന സംഭവം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അന്ന് ഡോർബെല്ലടിച്ച് സ്ത്രീയെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ താൻ ഒരു വീടന്വേഷിച്ച് ഇറങ്ങിയതാണെന്നായിരുന്നു മറുപടി. പ്രദേശത്തുള്ള ആളുകൾ CCTV പരിശോധിച്ചപ്പോഴും ആ സ്ത്രീയുടെ മുഖം വ്യക്തമായി കാണാനാകുന്നില്ലായിരുന്നു. ആരും അവളെ തിരിച്ചറിയാനും സാധിച്ചില്ല. അതേസമയം അയൽവാസികളും താമസക്കാരും അവരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും ആശ്ചര്യപ്പെടുന്നുണ്ട്. അതേസമയം ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ പരാതിയൊന്നും നൽകിയിട്ടില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തമായ ഉത്തരങ്ങളില്ലാത്തതിനാൽ ദുരൂഹതയുള്ള സ്ത്രീക്കായുള്ള തിരച്ചിൽ പോലീസ് തുടരുമ്പോഴും ഭയം അകറ്റി നിർത്താൻ നാട്ടുകാർ പ്രാർത്ഥനകളെ ആശ്രയിക്കുന്നുണ്ട്. ഇത് പ്രേതമോ മറ്റോ ആണെന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ. അതേസമയം ഒരു വിഭാഗം ജനങ്ങൾക്ക് ഉപദ്രവമായിട്ടൊന്നും ചെയ്യുന്നില്ലെന്നും ആളുകളെ തമാശക്കായിട്ടും കളിയാക്കാൻ വേണ്ടിയും ചെയ്യുന്നതായിരിക്കാമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. മറ്റു ചിലർ കൂടുതൽ അസ്വസ്ഥത ഉളവാക്കുന്ന എന്തോ ഒന്ന് ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ ഭയം ഇല്ലാതാക്കാൻ വേണ്ടി സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും ഈ വിഷയം സമഗ്രമായി അന്വേഷിക്കുമെന്ന് അധികാരികൾ താമസക്കാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ കാണുന്നത് ഇതാദ്യമല്ല.